ഇവരെ പറഞ്ഞു നിർത്തിയത് ഒരു പശു ഫാം തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ലാഭകരമാകണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ കൂടെ തന്നെ റിങ്ങിങ് പാർട്ടൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. പഴയ ആൾക്കാർക്ക് ഇതിനായിട്ട് അത്ര ഒരു താല്പര്യമില്ല. പക്ഷേ ഈ പുതിയ തലമുറ തൊഴുത്ത് വയ്ക്കുമ്പോൾ തന്നെ റിങ്ങിങ് വാട്ടർ അത് അത്യാവശ്യമാണ്. അത് ചെയ്യാതെ ഇരിക്കരുത് ആരും. ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾ നമ്പർ തരാം. ഞങ്ങൾക്ക് സ്ഥിരം ചെയ്യുന്നവരുണ്ട്, അവരുടെ നമ്പർ തരാം. പിന്നെ റിങ്ങിങ് വാട്ടർ മസ്റ്റാണ് കേട്ടോ, അത് വേണം. അത് ചെയ്യാതിരിക്കരുത് ആരും. പിന്നെ വേറൊരു കാര്യം, ഈ ചൂടല്ലേ, പശുക്കൾക്ക് എപ്പോഴാണ് വെള്ളം ദാഹിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യമാണ് റിങ്ങിങ് വാട്ടർ, അത്യാവശ്യമാണ്. അത് ചെയ്തിരിക്കണം കേട്ടോ. പശുക്കൾക്ക് ഇപ്പം പറയാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, വെള്ളം വേണം എന്ന് പറയില്ല. മനുഷ്യനാണെങ്കിൽ വെള്ളം ചോദിക്കും. അതാണ് പറഞ്ഞത്, റിങ്ങിങ് വാട്ടർ അത്യാവശ്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. പിന്നെ അത് പോയിട്ട് ഇനി അടുത്തെന്താ, നമ്മൾ തൊഴുത്ത് ചെയ്തിട്ട് റിങ്ങിങ് വാട്ടർ ചെയ്യണം. പിന്നെ പശുക്കളെ കെട്ടാനുള്ളത് നന്നായിട്ട് ഇത് വയ്ക്കും, എൻ്റെ ക്ലാമ്പ് വയ്ക്കും കേട്ടോ. പശുക്കളെ കെട്ടാനുള്ള അത് ശ്രദ്ധാപൂർവം ചെയ്യുക, അടുപ്പിച്ച് ചെയ്യണം. ഇപ്പം ദൂരെ കൊണ്ട് വെച്ച് ചെയ്യരുത്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്തോണം. ഞങ്ങൾ ആദ്യം വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കേട്ടോ. അത് പിന്നെ ഞങ്ങൾ ഒന്നേന്ന് സെറ്റിങ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം തൊഴുത്ത് ചെയ്യുമ്പോൾ. പിന്നെ തൊഴുത്ത് ചെയ്യുമ്പോൾ വേറെ എന്താ ചെയ്യണ്ടേ, വേറെ കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടർ വേണം തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ, അത് ചെയ്യുക. പിന്നെ മേറ്റ് തൊഴുത്തിന് വേണം കേട്ടോ. മേറ്റ് വേണം, അത്യാവശ്യമാണ്. തൊഴുത്തിന് മേറ്റ് വേണം. അതും കഴിവതും മേറ്റ് ഉപയോഗിക്കുക. ചില പശുക്കൾക്ക് കുളമ്പിന് ഡാമേജുള്ള പശുക്കളുണ്ട്. കൂടുതൽ നേരം ഈ സിമെന്റിൽ ചവിട്ടി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ചെറിയ ഡാമേജ് കാലിൽ വരാറുണ്ട്. അവർക്ക് അത്യാവശ്യമാണ് കേട്ടോ, മേറ്റ് വേണം. മേറ്റ് 2000, 1800, 1600 ഇങ്ങനെയൊക്കെ റേറ്റിലൊക്കെ കിട്ടും. അപ്പോൾ മേറ്റ് വാങ്ങി ഉപയോഗിക്കുക. മേറ്റും എന്തെങ്കിലും അത്യാവശ്യമുള്ളവരാണെങ്കിൽ, ഞങ്ങൾ ട്രിവാൻഡ്രത്തിന് ഇപ്പുറത്തോട്ടുള്ളവർക്കാണെങ്കിൽ ഞങ്ങൾ നമ്പർ തരാം. ഞങ്ങളുടെ കയ്യിൽ നമ്പറുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയെടുക്കുന്ന നമ്പർ തരാം. പിന്നെ വേറെ എന്തുവാ, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പശുക്കളുടെ ആ കെട്ടുന്ന കയറ് കെട്ടാനുള്ള സ്ഥലം, അതാണ് ക്ലാമ്പ് എന്ന് പറഞ്ഞത്, അത് സെറ്റിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി എന്തുവാ, മേറ്റിൻ്റെ കാര്യം പറഞ്ഞു. മേറ്റും ഇടുക. മേറ്റിടാനുള്ള ഒരു 6 അടിയാണെന്ന് തോന്നുന്നു മേറ്റ്. അപ്പോൾ അത് നല്ല മേറ്റ് സെറ്റിങ് ചെയ്ത് വയ്ക്കുന്നവരുണ്ട് കേട്ടോ. സിമെന്റിൽ മേറ്റ് സെറ്റിങ് ചെയ്ത് വയ്ക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അത് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്തിരുന്നാലും പിന്നെ അതിനടിയിൽ ചാണകമാവും. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ, അത് ഇളക്കി കഴുകാനും ഒക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. സെറ്റിങ് ചെയ്യുന്നവർ സെറ്റിങ് ചെയ്താലും അത് ക്ലീൻ ആക്കി വെക്കണം എപ്പോഴും. അല്ലെങ്കിൽ കൃമി വരും, പുഴുക്കൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് പശുക്കൾക്കാണ് ഇത് കേട്. പശുങ്ങൾക്ക് അതിനടിയിൽ നിന്ന്, ചാണകത്തിനടിയിൽ നിന്ന്, പിന്നെ മേറ്റിനടിയിൽ നിന്ന് അസുഖങ്ങൾ വരും കേട്ടോ. വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരും. അപ്പോൾ ജോലിക്കാർ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. അവരൊരു പരിധി വരെ അവർ നോക്കുകയുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ അവരും അവരുടേതായ റെസ്റ്റിന് വേണ്ടി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിവതും നമ്മൾ നല്ല രീതിയിൽ ഇടുമ്പോൾ തന്നെ ഡെയിലി നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് കഴുകാൻ കണക്കിന് നമ്മൾ ചെയ്യുക. അത് ചെയ്താൽ ഏറ്റവും ഉത്തമം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം കഴിവതും തൊഴുത്ത് വയ്ക്കുന്നവരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക. ഡ്രിങ്കിങ് വാട്ടർ, മേറ്റ്, പശുക്കളെ കെട്ടാനുള്ള കയറ് നല്ല രീതിയിൽ വെക്കുക. ഇത്രയാണ് ഒരു തൊഴുത്ത് വയ്ക്കുമ്പോൾ. പിന്നെ ഇനി വേറെ എന്തെങ്കിലും പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ തൊഴുത്ത് നിൽക്കാൻ ഇതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് തൊഴുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ
നമുക്ക് തൊഴുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പശു വാങ്ങിക്കണം. നമുക്ക് പശു വാങ്ങിക്കാൻ പോട്ടെ. അപ്പോൾ പശു വാങ്ങിക്കണം. അതിന് നമുക്ക് അടുത്ത വീട്ടിൽ ഏത് പശുവാ, ഏത് എങ്ങനെയാണെന്നൊക്കെ തുടങ്ങുന്നവർ ഏതൊക്കെ എടുത്താലാണ് നല്ലതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, എന്നാൽ ശരി.